ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യേണ്ട. എനിക്കെല്ലാം ക്ലിയർ ആണ് സാർ. ഒന്ന് പറയണം, റിപ്പീറ്റ് ചെയ്യണ്ട സാർ. ക്ലിയർ ആണ്. എനിക്ക് റിപ്പീറ്റ് ചെയ്യണം, കാരണം യൂട്യൂബിൽ അത് വരണം ശരിക്ക്. ഓക്കെ. നാളെ എനിക്ക് കേസ് ഫയൽ ചെയ്യും. നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ നാളെ യൂട്യൂബിൽ പറയുമ്പോൾ ഉണ്ടല്ലോ, പറയും ഞാൻ എവിടെ പെർമിഷൻ തന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ പോകേണ്ടി വരും. So I have to make sure that I'm on the safer side. Okay, I play the safe game. Okay, please sir. So number 1, I'm recording this. Are you okay with that? Yes. Okay. Number 2, no religious question, no political question, no business question, no question about somebody else. Are you okay with that? Yes. Okay. Question should be about you and your development, your growth. Are you okay with that? Yes. And do you believe that you have got the capacity and the power to grow and excel? Yes, I have. Okay, great. Do you want to ask me a question in English or in Malayalam? English. Okay, great. Now tell me, what is it you want to achieve? And you have to specify that in the next 45 seconds. What is it you want to achieve? You have got to be very specific about that. Sir, I want to make 5 crore rupees in 5-year duration. Okay. Good. Number 1, what will happen? Yes. I want you to focus on my question. What will happen if you don't earn, or if you don't produce, or if you don't generate 5 crore rupees in the next 5 years? What is going to happen? Tell me. Let's say that you were not able to do that. Let's say that you were able to do only 1 lakh or 1 crore, or maybe less than 1 crore. What would be the condition at that time for you? 1. I will be continuing the job which I'm going now. I will be continuing that job. Okay, number 2. Number 2. I have to face so many hassles, like sir, even if I want to speak in Malayalam, sometimes I use bilingual language. I use Malayalam also. Is it okay, sir? That's fine. That's fine. Okay, sir. Sir, എനിക്ക് ഇപ്പോ എന്റെ നിലവിലത്തെ അവസ്ഥയിൽ എനിക്ക് ചിലപ്പോൾ അതല്ല ചോദ്യം ശരിക്കും ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞത് 5 കൊല്ലത്തിന്റെ ഉള്ളിൽ 5 കോടി നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞത് ശരിയല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് അത് നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്ന 3 കാര്യം മാത്രം പറഞ്ഞാൽ മതി. നമ്പർ 1, നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഞാൻ എന്റെ ശമ്പളം മതിയാകാണ്ട് ഓടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഓക്കെ. നമ്പർ 2 എന്തായിരിക്കും? ഫോക്കസ് ശരിക്കും ആ ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാം. നമ്പർ 2 എന്തായിരിക്കും? നിങ്ങൾ എന്താ സംഭവിക്കുക? മെഡിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ബേജാറേണ്ട ആവശ്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മെഡിക്കൽ if I come across any medical issues for me or my family members, I have to go through lot of struggle to get the money. Okay. Number 3, അപ്പോൾ മെഡിക്കൽ ഇഷ്യൂസ് വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് അല്ലേ? Yes. Okay. Number 3, I need a home. I have some dues, like 30 lakhs rupees dues. I have to clear it off, and I have to have a peace of mind. Okay. Since I have EMI, people are calling me. Keep it short. That means you have to clear your dues and all debts, and you want to have a peace of mind. Is that correct? Beautiful. മൂന്നും പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എത്ര പേര് ബ്യൂട്ടിഫുൾ ആണ് ആരും വിചാരിക്കണേ ജസ്റ്റ് ബ്യൂട്ടിഫുൾ ബി എന്ന ടൈപ്പ് ചെയ്യാം. Those who agree. That is clear. Thank you so much. ഇങ്ങോട്ട് പറയുമ്പോഴാണ് പ്രശ്നം വരില്ല. ഇനി ഞാൻ നിങ്ങളുടെ ആദ്യത്തെ കേസ് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സേ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. 5 crore 5 ഇയറിൻ്റെ ഉള്ളിൽ കിട്ടിയില്ല. നിങ്ങൾ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ ഈ ജോബ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? ഇപ്പം എന്ത് ജോബ് പറയണ്ട, ജോബ് എന്താണെന്നൊന്നും പറയണ്ട, പേരോ സ്ഥലം ഒന്നും പറയണ്ട. ദ ജോബ് ദറ്റ് യു ആർ ഡൂയിങ് റൈറ്റ് നൗ, അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണോ?
ഡു യു എൻജോയ്? ജോബിന്റെ ഒരു പാർട്ടാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, ജോബിന്റെ 5 അങ്ങനെയാണെങ്കിൽ parts ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ടാണ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 0 to 10 എത്ര നിങ്ങൾ കറന്റ് ജോബ് നിങ്ങൾ കൊടുക്കാം? 0 to 10 I will give 4. ഓക്കെ, ഗ്രേറ്റ്. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു മെഡിക്കൽ കേസ്. ഇപ്പൊ അടുത്തെന്തോ മെഡിക്കൽ കേസ് ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ അതാണ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ നിങ്ങളെ നിർത്തിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 crores കിട്ടിയാൽ മാത്രമേ 5 crores 5 crores കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കേസ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറുമോ ജീവിതത്തിൽ? അറിയാൻ വേണ്ടി പ്രശ്നമൊന്നും മാറൂല സാറേ. പക്ഷെ 5 crores ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ യാത്ര പോകാമല്ലോ. എവിടെ നിന്ന് വിശന്നാലും എടുത്ത് കഴിക്കാമല്ലോ. അതുപോലെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ എവിടെ പോകണമെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ചുരുങ്ങിയത് 5 കോടിയെങ്കിലും വേണം, എന്നാലും നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാം. അതെ, എനിക്ക് ഇനിയൊരു സർജറി വേണ്ടി വരും. ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞു, ഇനിയൊരു സർജറി വേണ്ടി വരും. അതിനൊരു 3 lakhs rupees ആവും. അപ്പൊ എനിക്ക് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. സോ നെക്സ്റ്റ്, മൂന്നാമത്തെ നിങ്ങൾക്ക് കട ഉണ്ടെന്ന് പറഞ്ഞു, ഡെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡെറ്റ് വീട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സമാധാനം ഉണ്ടാവും പറഞ്ഞു. തീർച്ചയായിട്ടും അല്ലേ? എത്ര കട ഉള്ളതെന്നൊന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ? 30 ലക്ഷം സാർ. 30 ലക്ഷം. ഓക്കെ. നിങ്ങൾ മറ്റേ കേസ്, മെഡിക്കൽ കേസ് നിങ്ങൾ പറഞ്ഞു. മെഡിക്കൽ കേസിൽ കുറച്ച് കട ഉണ്ടെന്ന് പറഞ്ഞു. എത്ര? അല്ല, മെഡിക്കൽ കേസിൽ കുറച്ച് പണം ചെലവായി എന്ന് പറഞ്ഞു. എത്രയാണ് ചെലവായത്? അത് 1.2 lakhs ആണ്. അത് ഫാമിലിയാണ് കൊടുത്തത്. ഫാമിലി കൊടുത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ വിഷയം എന്ന് വെച്ചാൽ അവരോടൊരു നമ്മളൊരു ബാധ്യത പെടുകയാണ്. തീർച്ചയായും അവർ കൊടുത്ത കാരണം. ഞാനൊരു 33 വയസ്സുള്ള യുവാവാണ്. അപ്പൊ എനിക്ക് 33 വയസ്സിൽ ഞാൻ 25 lakhs സേവ് ചെയ്ത് വെക്കാമായിരുന്നു. വെച്ചിരുന്നെങ്കിൽ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ 1.5 ലക്ഷം 1.20 കൊടുക്കായിരുന്നു. പക്ഷെ ഞാൻ വേണ്ട പോലെ സേവ് ചെയ്യില്ല, വേണ്ട പോലെ പ്ലാൻ ചെയ്തില്ല. ഞാൻ ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക മാത്രമല്ല, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും പഠിക്കാനുള്ള അതിനുള്ള അറിവ് കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് അതിനെ പറ്റി മനസ്സിലാവുന്നത്. നോ പ്രോബ്ലം. ഇന്ന് നല്ലൊരു ദിവസം വിചാരിക്കണ്ടേ നിങ്ങള്? യെസ്, തീർച്ചയായിട്ടും സാർ. എനിക്ക് സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയൊരു എന്നോടല്ല. ഇന്നത്തെ ദിവസങ്ങൾ മാറിക്കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് ബാക്കോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞാൻ മാറി? ഇന്നല്ല, എല്ലാ ദിവസവും എന്നെ സംബന്ധിച്ച് നല്ല ദിവസമാണ് സാറേ. അബ്സല്യൂട്ട്ലി. അപ്പൊ ഇന്ന് ചില മാറ്റങ്ങൾ ചെയ്യാൻ റെഡിയാണോ നിങ്ങള്? തീർച്ചയായിട്ടും. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ, എനിക്കൊന്നും അറിയില്ല. നമുക്ക് സംസാരത്തിൽ നിങ്ങളുടെ തന്നെ ആൻസർ ഉണ്ടാവും. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഇവരെ തന്നെ ആൻസർ, എല്ലാത്തിന്റെ ആൻസർ ഇവരെ തന്നെ? അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സാർ. പക്ഷെ എനിക്ക് റൈറ്റ് കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ കിട്ടുന്നില്ല ചില സമയം. അത് ഞാൻ ചോദിച്ചോളാം. ഓക്കെ, ഞാൻ ചോദിച്ചോളാം, അതും പ്രശ്നമാക്കണം. നമുക്ക് ഇന്നൊരു ഒരു 15 മിനിറ്റ്, ചിലപ്പോൾ 15 മിനിറ്റ് കുറച്ചും കൂടെ കൂടിയെന്ന് വരും. പക്ഷെ നമുക്കൊരു ആൻസർ കിട്ടണമെന്ന് അല്ലേ? സോ ലെറ്റ്സ് വർക്ക് ഓൺ ദാറ്റ്. നമ്പർ 1, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? മെഡിക്കൽ മെഡിക്കൽ ഇൻഷുറൻസ്. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ മറ്റേ മെഡിസെപ്പ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് മാത്രമാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ 1.2 lakh നിങ്ങൾക്ക് ചെലവായി, അതിലേക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നോ? കിട്ടിയില്ല, കാരണം അത് കവേർഡ് അല്ല. ഓക്കെ, അത് ഹിപ്പുമായി ബന്ധപ്പെട്ട ഒരു സർജറിയാണ്, റീപ്ലേസ്മെന്റ്. അത് കവേർഡ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് അപ്പം തോന്നുന്നുണ്ടോ നാളെ ഇത് ഒരു ലിമിറ്റഡ് ആണ്? എനിക്ക് ഈ ഗവൺമെന്റും എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ, ഇൻഷുറൻസിനെ കുറിച്ചിട്ട് അറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളത്? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. എത്ര പേർക്ക് അത് തോന്നുന്നു? ഞാൻ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചിട്ടല്ല ഇവിടെ പറഞ്ഞത്, ഞാൻ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു വാഹനത്തിന് ഒരു ഇൻഷുറൻസ് ഉണ്ടാവില്ലേ? ആക്സിഡന്റ് ആയാലും ആക്സിഡന്റ് ഇല്ലെങ്കിലും ഒരു വാഹനത്തിന് നമ്മൾ എല്ലാ വർഷവും പ്രീമിയം കൊടുക്കണ്ടല്ലോ അല്ലേ? അതേപോലെ ഇന്ന് മെഡിക്കൽ ചെലവ് എന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ട് പൈസ ഉള്ളൂ അല്ല? നല്ല പൈസ വരുമോ? 10 രൂപ മാസം വരൂല്ലേ സാറേ നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ? അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. മെഡിക്കൽ കേസ്, ഇന്നത്തെ മെഡിക്കൽ ചെലവ്, ഇൻഷുറൻസ് അല്ല, വലിയ പൈസയാണ്. നിങ്ങൾ വിശ്വസിക്കണ്ടോ? എത്ര പേര് വിശ്വസിക്കണ്ടോ മെഡിക്കൽ ചെലവ് ഭയങ്കര ഇന്നത്തെ കാലത്ത് അല്ലേ? എല്ലാവരും അത് ഹൈന്ന് അതാ അവിടെ പറയണത്. തീർച്ചയായും. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ചെറിയ അമൗണ്ട് നമുക്ക് വരാതിരിക്കട്ടെ അല്ലേ? അതാണ് പ്രാർത്ഥന. ഒന്നും വരാതെ ഇരിക്കട്ടെ, നമുക്ക് നമ്മളെ കുടുംബത്തിനോ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. പക്ഷെ എപ്പോഴും നമ്മൾ ഒരു നാളെ വേറെ, ഇപ്പം നിങ്ങൾ ഈ 1.25 lakh നിങ്ങളെ കുടുംബത്തിനോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് എന്തോ മാതിരി തോന്നുന്നുണ്ടല്ലോ എന്നല്ലേ? അതെ സാറേ. അതെ, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, അത് കംപ്ലീറ്റ് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് തരും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അതെ, വിശ്വാസമുണ്ട്.
അത് ഇപ്പൊ ഇമ്പോർട്ടന്റ് തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക്. അത് ഇമ്പോർട്ടന്റ് അല്ലേ തീർച്ചയായിട്ടും ചെയ്തത്? തീർച്ചയായിട്ടും ഞാൻ ഇമ്പോർട്ടന്റ് ആണ്. ചെയ്തിട്ടുണ്ട്. ഞാൻ ഏത് കമ്പനി ഒന്നും പറഞ്ഞില്ല, ഞാനും ചെയ്തിട്ടുണ്ട്. കാരണം എത്ര നമ്മൾ പണമുള്ള ആളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ പൈസ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നമ്പർ 2, മെഡിക്കൽ ആകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉണ്ടാവണം. റൈറ്റ്? ഇന്ന് വരെ ഞാൻ ആ ഇൻഷുറൻസിൻ്റെ പണം ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പ്രീമിയം എല്ലാ വർഷം അടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇല്ലാതിരിക്കട്ടെ അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇന്നേ വരെ ആ ഒരു കേസിന് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് ഇൻഷുറൻസ് എടുത്തിട്ടില്ല ഞാൻ. എൻ്റെ ഫാദർ ഇന്ത്യൻ എയർഫോഴ്സിനാണ് വരുന്നത്. എൻ്റെ ഫാദറിന് ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, ആ ഫാദർ എല്ലാ 2 മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലാണ്. ഈ എല്ലാ 2 മാസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 3000-4000 റുപ്യ മാത്രമേ ചിലവാവുള്ളൂ. ശരിക്കുള്ള ബില്ല് നോക്കിക്കഴിഞ്ഞാൽ 20,000, 50,000, 1 ലക്ഷത്തിന് മേലെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലതല്ലേ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് എടുക്കാന്നുള്ളത്? തീർച്ചയായിട്ടും സാർ. അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ? സാർ പക്ഷേ ഒരു ടാറ്റ ഏജിലൊക്കെ ഇൻഷുറൻസിന് 10,000 റുപ്പീസ് ആവും ഓക്കെ, മന്ത്ലി. ഞാനൊരു ഗവൺമെന്റ് ചിലപ്പോൾ എംപ്ലോയി വ്യത്യാസം ഉണ്ടാവും. അതിൽ ഒരുപാട് EMI ബേസിസിൽ നോക്കുമ്പോ എന്റെ ഒരു ശമ്പളവും ഇപ്പോഴത്തെ എന്റെ എക്സ്പെൻസും വെച്ചിട്ട് എനിക്ക് നിലവിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ആളുകളുടെ ഉള്ളില് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന രീതിയിൽ അത് ഓർഗനൈസേഷനും കൂടി അതിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആളുകളെ പരിശീലിപ്പിക്കാനുള്ള കഴിവ്. അല്ലല്ല, നിങ്ങളിപ്പോൾ 2 കാര്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമല്ല നിങ്ങൾ തരുന്നത്. നമ്മൾ ആദ്യം അത് ചോദിക്കാം. ഓക്കെ, ബി ഫോക്കസ്ഡ്. ഓക്കെ, ബി ഫോക്കസ്ഡ്. ഞാൻ ചോദിച്ചത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ മാറ്റി നിർത്താം. ഫോക്കസ് ഓൺ ദിസ് വൺ. ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക്ഡ് യു, മൈ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങൾ ഈ 10,000 റുപ്യ അല്ലാതെ വേറെ ഇതുണ്ടോ നിങ്ങൾക്ക്? പോളിസീസോ എന്തെങ്കിലും ഉണ്ടോ വേർ ബൈ യു ക്യാൻ അഫോർഡ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ വേണ്ടെന്നുള്ള ആദ്യത്തെ ചോദ്യം. എനിക്കിപ്പോ ഞങ്ങള് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെല്ലാം കവർ ചെയ്യണില്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് കവർ ചെയ്യണ്ടേ? കവർ ചെയ്യണം. നിങ്ങൾ ഇവിടെ മെഡിക്കലിന്റെ കാര്യം പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞത്, ഇന്നേ വരെ ഞാൻ മെഡിക്കലിനെ കുറിച്ചിട്ടോ ഇൻഷുറൻസിനെ കുറിച്ചോ എൻ്റെ ഒരു കൺവെർസേഷനും സംസാരിച്ചില്ല. നിങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പറഞ്ഞു മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, മെഡിക്കൽ ഇഷ്യൂസിനെ കവർ ചെയ്യുമ്പോൾ എനിക്ക് ധൈര്യത്തിൽ മുമ്പോട്ട് പോകാം നിങ്ങളാ പറഞ്ഞത്, ശരിയല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് ടാക്കില്ല, നമുക്ക് എല്ലാത്തിനും പോകാം, LND ഒക്കെ പോയാൽ നമുക്ക്. അപ്പോൾ ഇത് എന്നോട് ചോദ്യം, നിങ്ങൾക്ക് ഈ ഇപ്പം ഗവൺമെന്റ് ഇൻഷുറൻസിനെ മാത്രം ബേസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേറെ ഇൻഷുറൻസ് വേണ്ടേ? വേണം. അതിന് വ്യത്യസ്ത തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസീസ് ഉണ്ടോ? എനിക്കറിയില്ല, പറയാം. ഉണ്ട്, പക്ഷെ അതിന്റെ ഞാൻ പക്ഷേ വരാൻ പാടില്ല. ഡോണ്ട് ബ്രിങ് ദ പക്ഷെയാണ് നിങ്ങൾ എപ്പോഴും എല്ലാവരും പക്ഷേ പി എന്നെല്ലാവരും ടൈപ്പ് ചെയ്യുക. പി പക്ഷേ അല്ലെങ്കിൽ ബട്ട് അല്ലെങ്കിൽ ഈഫ്. വൺസ് അഗൈൻ ലെറ്റ് മീ പുട്ട് ദിസ്. പക്ഷേ ഇംഗ്ലീഷ് മലയാളത്തിലാണ് PBI, B ഫോർ ബട്ട്, I ഫോർ ഈഫ്. ഈ ചോദ്യങ്ങൾ, ഈ ഒരു വാക്ക് നിങ്ങൾ ഏത് കൺവെർസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ യു ക്യാൻ സ്പീക്ക് ടു മീ ബട്ട് ഡോണ്ട് യൂസ് പക്ഷേ, ഡോണ്ട് യൂസ് ബട്ട്, ഡോണ്ട് യൂസ് ഈഫ്. സംസാരിക്കും. ഓക്കെ, ടെൽ മീ നൗ. നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞു. Yes. So what can you do for that if you think it's important? Now let's look at this way. Are they etra important na ningal life? Got it sir. Got it sir. Okay, 0 to 10 how important is this? 10. Do you agree to that? I agree. Now let's take the next step. അത് ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാൻ, അതിന് വ്യത്യസ്ത പോളിസീസിനെ കുറിച്ച് പഠിക്കാൻ, വ്യത്യസ്ത കമ്പനീസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത കമ്പനീസിനെ കുറിച്ച് പഠിക്കാൻ, വാട്ട് ആർ ദ 3 steps that you are going to take? അതൊന്ന് കവർ ചെയ്ത് വിൽ ഗോ ടു ദി നെക്സ്റ്റ് വൺ. അത് ഫസ്റ്റ് ഞാൻ അതിനെപ്പറ്റി ആർട്ടിക്കിൾസ് വായിക്കും, യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്യും, ക്രെഡിബിൾ ആയിട്ടുള്ള വീഡിയോസ്. ഓക്കെ, പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യും, അതിൽ ഏതാണ് ഫീസിബിൾ ആയിട്ടുള്ള ഒന്ന് എടുക്കും. നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയിട്ട് ടൈം വേസ്റ്റ് ചെയ്യണം നല്ലത്, ഡയറക്ട്ലി ഫ്രം ദ ഹോഴ്സസ് മൗത്ത് കിട്ടല്ലോ നല്ലത്. എന്താ ഇപ്പം എനിക്കറിയില്ല. അതെ, അതാ നല്ലത്, കുറച്ചുകൂടി നല്ലതാണ്. അവിടെ ടൈം വേസ്റ്റ് ആവില്ല ചെയ്യല്. യൂട്യൂബ് നോക്കാം, ചിലപ്പോൾ യൂട്യൂബ് പഴയ യൂട്യൂബ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. എത്ര പേര് അംഗീകരിക്കേണ്ടത്? ചിലപ്പോൾ പഴയതായിരിക്കും, നമുക്കറിയില്ല. അവർ പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, നമുക്കൊന്നും അറിയില്ല. ബെറ്റർ ടു ഗെറ്റ് ഡയറക്ട്ലി. ചിലപ്പോൾ 1, 2, 3 കമ്പനി ഉണ്ടാവും. ഞാൻ ഒരു കമ്പനി പേര് ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾക്ക് ആ കമ്പനി സെർച്ച് ചെയ്തിട്ട് ആ കമ്പനിയോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കല്ലോ ഏറ്റവും നല്ലത്. സോ യു ഗെറ്റ് ദ ലേറ്റസ്റ്റ്. ചിലപ്പോൾ ഇന്നൊരു പോളിസി ഉണ്ടാവും, നാളെ ചിലപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. സോ ഗെറ്റ് ദ ലേറ്റസ്റ്റ് വൺ. പിന്നെ അത് കൂടാതെ നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, ചിലപ്പോൾ യൂട്യൂബിൽ അതിനെ കുറിച്ചായിരിക്കില്ല ചിലപ്പോൾ പറയണ്ടാവുക. Am I right? അപ്പൊ നിങ്ങൾ ഈ ഒരു പോളിസി മേക്കർ, ഈ ഒരു ഇൻഷുറൻസ് കമ്പനി പോകുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് I'm a government employee, so what is that I have something for me, you have something for me എന്നുള്ള രീതിയിൽ. Am I right? So അത് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് അത് ചെയ്യാൻ പറ്റുക.
ഇന്ന് ഞാൻ നല്ല തിരക്കിലാണ് സാർ. ഇന്ന് ഇന്ന് ചെയ്യാൻ ഞായറാഴ്ച, പറ്റില്ല. ഇന്ന് എനിക്ക് ഇന്ന് ഇന്ന് ഞായറാഴ്ച, ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ചെയ്യാൻ പറ്റാം? നാളെ ചെയ്യാൻ പറ്റും. ഉറപ്പല്ലേ? ഉറപ്പാണ്. നിങ്ങൾ എന്താ ചെയ്യാ? ഞാൻ നാളെ ജോലി കഴിഞ്ഞ് വന്ന ശേഷം ഇതിനു വേണ്ടി ഉം. ഞാനൊരു 3 ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അവരോട് ഓക്കെ, നേരിട്ട് സംസാരിക്കേണ്ട റെപ്രസെന്റേറ്റീവ്സ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എത്ര മണിക്കാണ് ജോലി കഴിഞ്ഞ് വരാം? 5:30. 5:30ക്ക് അവർ തുറന്നിട്ടുണ്ടാവും. 5:30ക്ക് ഉച്ചയ്ക്ക് അവരോട് സംസാരിക്കും. എന്നിട്ട് ഓക്കെ, എന്റെ കൺവീനിയന്റ് ടൈം 5:30 ആണെന്ന് പറയും. അപ്പൊ അവർ എനിക്ക് വേണ്ടി മാറ്റി വെക്കും. ബ്യൂട്ടിഫുൾ. സോ യു പ്രീ പ്ലാൻ ചെയ്തിട്ട് അവരോട് പറയാം, ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വൈകുന്നേരം 5:30ക്ക് ശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറയാം. റൈറ്റ്? യെസ്, വുഡ് യു ഫിനിഷ് ദാറ്റ്? അതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യോ? നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എത്ര സാലറി കിട്ടുമെന്ന് പറയണ്ട, പക്ഷേ നിങ്ങളുടെ സാലറിക്ക് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. നിങ്ങൾ വൈഫുണ്ടോ? വൈഫുണ്ട്. വൈഫിനെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളാണോ? നല്ലോണം സ്നേഹിക്കുന്ന ആളാ. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് സ്നേഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കുള്ള ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫിന് സന്തോഷമാവില്ലേ? തീർച്ചയായിട്ടും. That's what you can do. Make her happy. Am I right? Make her happy so that you are also happy together. So അത് ക്ലിയർ ആയി. Clear ക്ലിയർ ആയി. എത്ര പേർക്ക് മനസ്സിലായി? ക്ലിയർ സി എന്ന് ടൈപ്പ് ചെയ്യാം. ദാറ്റ്സ് ക്ലിയർ now. ഓക്കെ, ഇൻഷുറൻസിൻ്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. രണ്ടാമത്തത്, നിങ്ങൾ ജോബിൻ്റെ കാര്യം പറഞ്ഞു. ജോബ് നിങ്ങൾ പറഞ്ഞ് 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല എന്നുള്ള അല്ലേ? 5 വർഷം ആ ജോലിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? ഇനി 5 വർഷം സാറേ. നിങ്ങൾ പറഞ്ഞ 5 വർഷം, നിങ്ങൾ പറയാം 5 വർഷത്തിന് 5 കോടി നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ 5 എനിക്ക് വർഷം ഇനി എനിക്ക് ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല സാർ. ഓക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ജോലിയാ അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പറ്റുക? ആ ബിസിനസ് എന്തായിരിക്കും ഒന്ന് പറയാം. എനിക്ക് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ഒരു ഓർഗനൈസേഷനിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അവിടുത്തെ എംപ്ലോയീസിനെ കേപ്പബിൾ ആക്കുന്ന ഒരു HR പോലുള്ള ജോലി ആണ് ചെയ്യാൻ എനിക്ക് താല്പര്യം. ഓക്കെ, റൈറ്റ്. ഹൈ പേയിങ് ആയിട്ടുള്ള ജോലി. ഓക്കെ, ഗ്രേറ്റ്. ഹൈ പേയിങ് ജോബ്. അപ്പോൾ HR-ന്റെ കീഴിലാണ് L&D വരില്ല. അത് അംഗീകരിക്കണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് ഹൈറാർക്കി അങ്ങനെയാണ് പോകുള്ളൂ. HR മേലെ പിന്നെ ഇതുണ്ടാവും, റിക്രൂട്ട്മെന്റ് ഉണ്ടാവും, HR ഉണ്ടാവും, HR L&D ഉണ്ടാവും, അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പം നിങ്ങൾ HR-ന് താഴെ ഒരു ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണോ അല്ലെങ്കിൽ ട്രെയിനറാണോ? ഹെഡ് ആകണം സാറേ എനിക്ക്. ഹെഡ് ആവണം. ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ എന്റെ ഓഫീസിൽ ഇപ്പൊ ഞാൻ ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം. എന്റെ പേര് പറയേണ്ട ആവശ്യമുണ്ടോ അല്ല, സാർ? പേര് പറയണ്ട, ഇൻഡസ്ട്രി ഒന്നും ഇപ്പം പറഞ്ഞു. നിങ്ങൾ HR ഇതാണ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് അപ്പൊ ഞാൻ എന്റെ സ്ഥാപനത്തില് ഞാൻ വരുന്നതിന് മുൻപ് ആളുകൾ വളരെ ലാഘവത്തോടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് നിങ്ങളെ സ്ഥാപനം എന്ന് പറഞ്ഞു, നേരത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. എവിടെ ഞാൻ കേൾക്കുന്ന എവിടെയോ തെറ്റ് വരുന്നുണ്ടല്ലോ എനിക്ക്. ഞാൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ചെറിയൊരു സ്ഥാപനത്തിന്റെ ഹെഡാണ്. ഓക്കെ, നൗ ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, പറഞ്ഞോളൂ, ഇനി പറഞ്ഞോളൂ. ഇപ്പൊ വില്ലേജ് ഓഫീസ് പോലെ ചെറിയൊരു സ്ഥാപനത്തിന്റെ ഹെഡാണ്. അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് ആൾക്കാര് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാണ്ട് മെയിൽ പോലും അയക്കാൻ അറിയാത്ത രീതിയിലുള്ള കളികളായിരുന്നു. അപ്പൊ വളരെ ലാഗ് ആയിരുന്നു. ജനങ്ങൾക്ക് സർക്കാർ സർവീസിനെ പറ്റി ഭയങ്കര മോശം അഭിപ്രായമായിരുന്നു. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇതുപോലൊരു ട്രെയിനറിനെ മനസ്സിലാക്കി, നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പല തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തു. അവരിൽ വലിയൊരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും 10 ഇരട്ടി വ്യത്യാസം എനിക്ക് കാണാൻ പറ്റി. അവരില് എന്നെ പോലുള്ള എന്റെ ഉള്ളിലുള്ള ആർജവും താല്പര്യവും അവരുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആളുകളുടെ ഉള്ളിലത്തെ ഈ പ്രചോദനം പുറത്തു കൊണ്ടുവരലാണ് എന്റെ കിക്ക് എന്ന് മനസ്സിലാക്കിയത്. എന്റെ പൊട്ടൻഷ്യൽ അതാണ്. അതാണ് എന്റെ പൊട്ടൻഷ്യൽ. ഞാൻ മുമ്പേ ഫുഡ് അതെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നുമല്ല എന്റെ പൊട്ടൻഷ്യൽ. എന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിലുള്ള കിക്ക് പുറത്തോട്ട് കൊണ്ടുവരണം, അവരുടെ കഴിവ് പുറത്തോട്ട് കൊണ്ടുവരണം, അവർ ചെയ്യുന്ന ജോലി അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റണം. അതാണ് എന്റെ കിക്ക്. സോ എനിക്ക് ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ട് എനിക്ക് വരുമാനം ഉണ്ടാക്കണം. ആ മേഖല എനിക്ക് ഓരോ ദിവസവും കിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്, എക്സലന്റ്. എത്ര പേർക്ക് മനസ്സിലായത്? നമ്മളെ പൊട്ടൻഷ്യൽ ചിലപ്പം ആക്സിഡന്റലി ഞാൻ തിരിച്ചറിയല്ലേ. ദിസ് ഇസ് കോൾഡ് ആക്സിഡന്റൽ ലേണിംഗ്. AL എന്ന് ടൈപ്പ് ചെയ്യാം. ആക്സിഡന്റൽ ലേണിംഗ് AL എന്നെല്ലാം ടൈപ്പ് ചെയ്യാം. നമ്മൾ ഈ വ്യക്തി, ഈ ഒരു ലീഡർ, ഇപ്പോൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലീഡറിന് അത് അറിയണ്ടായിരുന്നില്ല. അദ്ദേഹം വിചാരിച്ച ഫുഡ് ആൻഡ് ബിവറേജ് അതൊക്കെ ആയിരിക്കുന്നില്ല. ബട്ട് ഹി ഐഡന്റിഫൈ ദാറ്റ് ആക്സിഡന്റൽ ലേണിംഗ്. രണ്ടാമത്തെ ഫോഴ്സ്ഡ് ലേണിംഗ്. ആരെങ്കിലും നിങ്ങളെ തള്ളിയിട്ട് പറഞ്ഞയക്കുക, ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്, അതിന് ഫോഴ്സ്ഡ് ലേണിംഗ് FL എന്ന് ടൈപ്പ് ചെയ്യാം. FL. മൂന്നാമത്തെ ലേണിംഗ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ഇന്റൻഷൻ ലേണിംഗ്. നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെയുള്ള 100 സീറ്റുള്ളൂ. അപ്പോൾ ഈ 100 പേരും ഇവിടെ ഇന്റൻഷനലായിട്ട് വന്ന് പഠിക്കാൻ. ദിസ് ഇസ് കോൾഡ് ഇന്റൻഷൻ ലേണിംഗ്.
ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ലേണിംഗ് ആണുള്ളത്. പഠിച്ചോ? എത്ര പേര് പഠിച്ചു? ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യാം. CC എന്ന് ടൈപ്പ് ചെയ്യാം. ക്രിസ്റ്റൽ ക്ലിയർ CC, ജസ്റ്റ് ടൈപ്പ് CC. ഗുഡ്. നൗ ലെറ്റ് മീ ഗോ ബാക്ക്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഈ 5 crore 5 yearsന്റെ ഉള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം എത്ര കിട്ടണം? ഒരു വർഷം 1 crore കിട്ടണം കുറഞ്ഞ. 1 crore കിട്ടിയാൽ ഓക്കെ, 1 crore കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 crore കിട്ടും. am I right? ഈ 1 crore കിട്ടുന്ന ഏതെങ്കിലും കമ്പനിയിലെ HR അല്ലെങ്കിൽ HR താഴെയുള്ള L&Dനെ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് മിനി മുത്തൂറ്റിൽ ഒരു L&D വേക്കൻസി ഉണ്ടെന്ന് ഞാൻ കണ്ടു. പക്ഷെ അവരുടെ ശമ്പളം തന്നെ 32,000 ആണ് ഒരു മാസ ശമ്പളം. അത് ഒരിക്കലും എത്താൻ പോണില്ല. അതെ, എത്തോ? നിങ്ങൾ ഈ പറഞ്ഞ ഇതിലേക്ക് എത്തോ? ഇല്ല, ഒരിക്കലും എത്തില്ലല്ലോ. കാരണം 10 മാസം കഴിഞ്ഞാൽ തന്നെ 3 lakhsന്റെ അടുത്തേ വരുന്നുള്ളൂ. നിങ്ങൾ 3 crore, നിങ്ങൾ 1 crore പറഞ്ഞത്. വേറെ എന്താ ചെയ്യാം? അതൊരു 1 crore വേറെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് യൂത്ത് വർക്കർ എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയില് അവിടെ ആർബോറിജിൽ പോപ്പുലേഷനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് യൂത്ത് വർക്കേഴ്സിനെ കൺട്രീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യും. ഓസ്ട്രേലിയൻ, സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവര് മെയിൻ ആയിട്ട് നോക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. ഒരു ഡിഗ്രിയും ആറ്റിറ്റ്യൂഡും ഈ പറഞ്ഞ ഈ കഴിവ് പുറത്തെടുക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ആളാണെന്ന് നോക്കും. പ്ലസ് ബേസിക് ഇംഗ്ലീഷ് ഉണ്ടാവണം. സോ അതിന്റെ ഒരു ശമ്പളം വരുന്നത് മാക്സിമം 3.29 lakhs ആണ് പെർ മന്ത് വരുന്നത്. സോ അപ്പോഴും അത് തികയില്ല. അപ്പൊ ഇനി പ്രശ്നമുള്ളത് മൂന്നാമത്തെ എന്താ ചെയ്യാം? മൂന്നാമത്തെ എനിക്കറിയില്ല. എന്താ ചെയ്യാം? എന്തെങ്കിലും ചെയ്യണ്ടല്ലോ. അല്ലല്ലേ 1 crore കിട്ടുള്ളൂ ഒരു വർഷം. എങ്കിൽ മാത്രമല്ലേ 5 crore നിങ്ങൾക്ക് 5 വർഷം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഞാൻ ലീവ് എടുത്തിട്ട് എന്റെ കഴിവ് ക്ലിയർ ആയിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട്, പക്ഷെ അത് ഗ്രോ ചെയ്യാനായിട്ട് 3 years എടുക്കും. അപ്പൊ നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് എന്നാ റിസൈൻ ചെയ്യാനുള്ള പ്ലാന്? റിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. 4 years നമുക്ക് ലീവ് എടുക്കാൻ പറ്റും അതർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ലീവ് എടുത്തിട്ട് 4 years ലീവ് എടുക്കുന്നത് പറഞ്ഞേ എന്താ കാര്യം വെച്ചാൽ റിസൈൻ ചെയ്തെങ്കിൽ എനിക്ക് വീട്ടുകാർ സമാധാനം തരില്ല. വീട്ടുകാർ വിളിച്ചിട്ട് ചീത്ത പറയും. സോ ഞാൻ 4 വർഷത്തേക്ക് ലീവ് എടുക്കുന്നു. ലീവ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 4 വർഷം കഴിഞ്ഞ് തിരിച്ചു ജോലിക്ക് പോകുന്നു പറയുന്നു. എന്നാണ് ലീവ് എടുക്കാനുള്ള പ്ലാൻ എന്ന് ചോദിച്ചത്? ലീവ് എടുക്കാനുള്ള പ്ലാൻ എനിക്കൊരു 6 months കൂടി വേണം ലീവ് എടുക്കാനുള്ള പ്ലാൻ. ആ 6 months കഴിഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങാൻ പറ്റുമെന്ന് വല്ല നിയമമുണ്ടോ എവിടെയെങ്കിലും? ഉണ്ട്, നിയമമുണ്ട്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റ് വരുമാന മാർഗങ്ങൾ പാടില്ലെന്നുണ്ട്. ബിനാമിയുടെ പേര് ചെയ്യേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ 2009 തുടങ്ങിയ യൂട്യൂബ്. സാറിന് ഇപ്പൊ ഒരു മാസം എത്ര വരുമാനം ഉണ്ട്? എനിക്ക് ഇന്ന് വരെ ഒരു പൈസ കിട്ടിയിട്ടില്ല. ഒരു പൈസയും കിട്ടിയിട്ടില്ല? ഇല്ല, സത്യമാണ്. ഞാൻ സത്യം പറഞ്ഞ ആളാണ്. എനിക്ക് ഇന്നൊരു പൈസ കിട്ടില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ല. അപ്പൊ ഞാൻ വളരെ സത്യം പറഞ്ഞ ആളാട്ടോ. വളരെ കൃത്യമായിട്ട് സത്യം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്നേ വരെ എനിക്കൊരു പൈസ കിട്ടില്ല. ഞാൻ യൂട്യൂബർ അല്ല ഞാന്. പക്ഷേ സാറിന് 13.8K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കിട്ടായിരിക്കും, അത് വേറെ കാര്യം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല. ഇനി കിട്ടുമായിരിക്കും. ഓക്കെ, സത്യം പറയുമ്പോൾ സത്യം തന്നെ പറയില്ല. ഇന്ന് എത്ര? 22 December 20. ആരെങ്കിലും ഇത് കേൾക്കാൻ December 22, 2024 ഇന്നേ വരെ ഒരു പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ സാർ. ഞാൻ ഒരിക്കലും അത് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് തുടങ്ങിയിട്ടുമില്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഇപ്പൊ എന്തായിരിക്കും? എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അറിയില്ല സാർ. എന്തായിരിക്കും? എനിക്ക് നേർവഴിക്ക് തന്നെ പൈസ ഉണ്ടാക്കണം. അതന്നെ എല്ലാരും നേർവഴിക്ക് തന്നെയാണ്. സോ വാട്ട് ഈസ് ദി നെക്സ്റ്റ് തിങ്? നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കോച്ച് ചെയ്യാൻ പറ്റും ചിലപ്പോ ആൾക്കാരെ. അതിന് എത്ര പൈസ വാങ്ങിക്കാം? അതിന് ഒരു കോച്ചിന് ഇപ്പൊ എന്റെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇപ്പൊ ഞാൻ എന്നെ തന്നെ വിലയിരുത്തുന്നത് ഒരു സിറ്റിങ്ങിന് മാക്സിമം ഒരു 5,000 10,000 വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ 1 CR കിട്ടുന്ന എത്ര സ്റ്റുഡൻസ് വേണം? എത്ര കോച്ചീസ് വേണം നിങ്ങൾക്ക് ഒരു വർഷത്തില്? ഒരു വർഷത്തില് എത്ര കോച്ചീസ് വേണം? 1000. ഞാൻ ഭയങ്കര മോശം. 10,000 into 10 1,00,000. 100 കോച്ചീസ് വേണം സാർ. 100 കോച്ചസോ? 100 കോച്ചീസ് കോച്ചിങ് സെഷൻ 5,000 രൂപ വെച്ചിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 5,000 അല്ല 10,000 സാർ. 10,000 into 100 1 കോടി വന്നില്ല സാർ. ഓക്കെ, അപ്പൊ എത്ര പറഞ്ഞു? എത്ര ആള്?
എത്ര 100 പേര്. 100 പേര് 10,000 രൂപ തരുന്ന 100 പേര് എനിക്ക് കിട്ടണം ഓക്കെ അത് ഒരു സിറ്റിങ്ങിന് അപ്പോൾ ഒരു മാസം ഒരു എത്ര സെറ്റ്. പേരായിരിക്കും അപ്പോൾ ഒരു മാസം എത്ര പേര് എടുക്കാൻ പറ്റും ഒരു മാസം 100 ഹരണം 12, 8 പേരെ ചുരുങ്ങിയത് കിട്ടണം. ഓക്കെ 8 പേരെ കിട്ടാൻ എന്ത് ചെയ്യണം 8 അല്ല, 9 പേരെ കിട്ടണം. ഓക്കെ 9 പേരെ കിട്ടണമെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഞാൻ വളരണം. അതിനെന്താ ചെയ്യാം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യണ്ട എത്ര പേര് അംഗീകരിക്കും ഞാൻ ഹെൽപ്പ് ചെയ്യണ്ട ഇദ്ദേഹത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു നെയിൽ യു ഡൗൺ ഓക്കെ അതിനെന്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സി അതിന് 5 കോടിയൊക്കെ കിട്ടാൻ ഒരു പ്രയാസമില്ല അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ 5 crores ഒക്കെ കിട്ടാൻ ഒരു പ്രയാസമില്ല പക്ഷേ യു ഹാവ് ടു ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ നോട്ട് ടെൽ മീ വാട്ട് ഇസ് ഹൗ ക്യാൻ യു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ് ടു ബി ഇൻ ദാറ്റ് ലെവൽ ടെൽ മീ സാർ എനിക്ക് എന്റെ ഉള്ളിൽ കഴിവുണ്ട് സാർ. എനിക്കിപ്പോ അതല്ല നമ്മൾക്ക് ആ, ഈ 10,000 റുപ്യ വാങ്ങിക്കണ്ടല്ലോ 10,000 റുപ്യ വാങ്ങിക്കണ്ടല്ലോ അതിന് എന്തൊക്കെ ഇനി വേണ്ടത് അത് പറയാം കഴിവുണ്ട് നിങ്ങൾക്ക് പതിനാ- കഴിവുണ്ട് അത് 10,000 വാങ്ങിക്കാനുള്ള റുപ്യ വാങ്ങിക്കണമെങ്കിൽ ആൾക്കാർ എന്നെ വിശ്വസിച്ച് എന്റെ അടുത്ത് വരണം. അതിനെന്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ പറയാം ഒന്ന്, എന്റെ പ്രസൻസ് ആൾക്കാരെ അറിയണം. അത് എവിടെ അറിയിക്കാൻ പറ്റുക അത് ഞാൻ അറിയിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ സംസാരിക്കണം. അത് കുറച്ച് പേരല്ലേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇന്നലെ സോഷ്യൽ കാലിക്കറ്റിനായത് അപ്പൊ എന്റെ ഒപ്പം കാലിക്കറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പൊ ഇവിടെ ഓൺലൈനിൽ ഇരുന്ന് ചുരുക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഇന്നലെ ഒരു ഫംഗ്ഷന് പോയ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാനൊരു സ്ട്രീറ്റിൽ പോയ ആൾക്കാർ എന്റെ പേരെടുത്തിട്ടാണ് വിളിക്കണത് എന്റെ പേരെടുത്ത് വിളിക്കുന്നുണ്ട് എന്റെ അടുത്ത് വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഷേക്ക് ഹാൻഡ് വരുന്നുണ്ട് വായ് ബിക്കോസ് ഏബിൾ ടു ഐഡന്റിഫൈ ഇത് ഞാൻ അറിയാത്ത വ്യക്തികളാണ് സാറിന് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? എല്ലാവരും യൂട്യൂബിൽ കണ്ടുവരാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരാണ് എനിക്കറിയാത്ത വ്യക്തികളാണ് അവര് വന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഞാൻ യൂസ് ചെയ്തിട്ട് എന്റെ കണ്ടന്റ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യണം. അബ്സല്യൂട്ട്ലി അത് ചെയ്യാൻ പറ്റുമോ പൈസ ഉദ്ദേശിച്ച് ചെയ്തിട്ടാ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയെന്ന് ഉദ്ദേശിച്ച് ചെയ്ത് യൂട്യൂബ് കൂടെ നിങ്ങളുടെ കഴിവിനെ നിങ്ങളിപ്പോ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ യൂട്യൂബ് കണ്ടിട്ടല്ലേ അതെ, തീർച്ചയായിട്ടും. അത് എന്റെ കഴിവ് വിഷൻ എന്നുള്ള വീഡിയോ കണ്ടിട്ടാ വന്നു. ഏതായിരുന്നു വിഷൻ എന്നുള്ള വീഡിയോ ഉണ്ടായിരുന്നല്ലോ സാർ. ഓക്കെ എനിക്ക് ഓർമ്മയില്ല മുഴുവൻ കാണാൻ പറ്റില്ല, പകുതി കണ്ടുള്ളൂ. ഓക്കെ അത് കണ്ടിട്ടില്ല അത് അട്രാക്ട് ചെയ്തിട്ടല്ലേ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും. അതേപോലെ നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കുക വീഡിയോ നിങ്ങളെ കഴിവിന് അങ്ങനെ തെളിയിച്ചു കൊടുക്കാം അതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക അല്ലാതെ എന്ന് ടൈപ്പ് ചെയ്യുക മാർക്കറ്റിംഗ് ഇസ് സംതിങ് ദാറ്റ് യു ഡു ടു എഡ്യൂക്കേറ്റ് യുവർ ക്ലയൻറ്റ് ഓർ കസ്റ്റമേഴ്സ് ഓർ ദ ഓഡിയൻസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് എനിക്ക് ഇത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം എനിക്കൊരു പൈസ പോലും ചിലവാണില്ല ശരിയല്ലേ എനിക്ക് ആകെ എൻ്റെ ലൈറ്റ് 2 ലൈറ്റും ഞാൻ ഈവൻ AC പോലും ഇട്ടില്ല ഒരു ഫാൻ ഇട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് വേറെ ഒരു ചെലവുമില്ല സാറിന് ഇന്റർനെറ്റിന്റെ ചാർജ് ചെലവാകുന്നില്ല. അതൊക്കെ എനിക്ക് ആകെ അത് ഇന്ന് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ 6 മാസത്തിന് 7,000 റുപ്യ ചെലവാകുന്നില്ല എപ്പോഴും. അല്ല ഞാൻ ചോദിക്കാം അതും ചെറിയൊരു എമൗണ്ട് അല്ലേ അതേ സമയത്ത് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിനൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 1,000-10,000 ഒക്കെ ചിലവും ശരിയല്ലേ ശരിയാണ്. അവിടെ അഡ്വർടൈസ്മെന്റിൽ നമ്മളെ കുറിച്ചിട്ടാ പറയല്ലേ ശരിയല്ലേ ഇവിടെ എന്താ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ അപ്പൊ നിങ്ങൾക്ക് ഐ ആം ഹെൽപ്പിംഗ് സംബഡി എൽസ് അത് കണ്ടിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പൈസ ഒന്നും ഉദ്ദേശിക്കാതെ ഒരു പൈസ പോലും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി 6 മാസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡോറ് നോക്കാൻ ആൾക്കാർ വരും അവിടെ നിങ്ങളെ വാല്യൂ നിങ്ങൾ ഇൻക്രീസ് ചെയ്യാം എത്ര പേർക്ക് മനസ്സിലായി ക്രിസ്റ്റൽ ക്ലിയർ ഇത് ചെയ്യാം ക്രിസ്റ്റൽ ക്ലിയർ ഇത് ഓട്ടോമാറ്റിക് നിങ്ങളൊരു ബ്രാൻഡാവും നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡാവും യു ആർ പുട്ടിങ് യുവർ സെൽഫ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് നിങ്ങൾ ശരിക്കും പൊസിഷൻ ചെയ്യും അത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഈ 5 crore ചിന്തിക്കണം മുമ്പ് 5 crore അതിന്റെ റിസൾട്ടാണ് റിസൾട്ട് കിട്ടുന്ന നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ പറ്റും സാർ നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് സാർ പറ്റും സാർ എന്താണ് നിങ്ങൾ ചെയ്യുക ഒരു കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ പറഞ്ഞുതരാം ഒരു 5 സ്റ്റെപ്പ് പറയാം സാർ ക്ലിയർ ആയി എനിക്കിപ്പോ ക്ലിയർ ആയി ഒന്ന് എന്റെ ഭാഷ മലയാള ഭാഷ പ്രയോഗത്തിൽ വ്യാകരണത്തിൽ കുറച്ചും കൂടി കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് മലയാളം അത് ഞാൻ മലയാള ഭാഷ വ്യാകരണത്തില് കുറച്ച് ചിലപ്പോ ഞാൻ എന്റെ മലയാളം ഒരു മലയാളം അല്ല നമ്മൾ അതിനു വേണ്ടി ടൈം വേസ്റ്റ് ചെയ്ത് എത്ര പേർക്ക് മനസ്സിലായി നിങ്ങൾ മലയാളം ഇതാക്കാൻ നിങ്ങൾ പോകരുത് ഡോണ്ട് ഡു ദോസ് തിങ്സ് എന്റെ മലയാളം കറക്റ്റ് അല്ല എന്ന് ഇവിടെ ഉള്ള ഓരോ ജനത്തിനും അറിയാം എനിക്കും അറിയാം
ആണോ? അപ്പൊ നിങ്ങൾക്കും എന്റെ അറിയാം, നിങ്ങൾക്കും അറിയാം. ഇംഗ്ലീഷ് ഭാഷയിൽ കുറച്ചും കൂടി വ്യക്തത വേണമെന്ന് എനിക്ക് അതിൻ്റെ ഒന്നും തോന്നുന്നുണ്ട് സാർ. ആവശ്യമില്ല, അതിനൊന്നും ആവശ്യമില്ല. ഒരാവശ്യമില്ല. ഇല്ല, ഒരു ആവശ്യമില്ല. അതൊക്കെ അനാവശ്യങ്ങളാ. നിങ്ങൾ ഓക്കെ. മനസ്സിലാക്കുക, മറ്റേ വ്യക്തിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാണ്. എത്ര പേര് അത് ഓക്കെ. മനസ്സിലായി? മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കിയ നിങ്ങൾ മലയാളം എത്ര ഏത് ഇതില്ല, എൻ്റെ മലയാളം കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അത് കറക്റ്റ് അല്ല എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ വരാൻ പറ്റുമോ? എനിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഡു യു അഗ്രി ടു ദാറ്റ്? ഡു യു അഗ്രി ടു യുവർ പൊട്ടൻഷ്യൽ? മനസ്സിലായി അപ്പോൾ സാർ. നിങ്ങൾ അത് ബാക്കോട്ട് പോകണ്ട. നിങ്ങൾ ഇംഗ്ലീഷ് മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവോ? മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ ക്ലയൻസ് അമേരിക്കൻസും ബ്രിട്ടീഷും ഓസ്ട്രേലിയൻസും ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണോ? എന്റെ ക്ലയൻസ് മലയാളീസ് ആണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഇംഗ്ലീഷ് മനസ്സിലാവില്ലേ? നിങ്ങളെ മലയാളം മനസ്സിലാവില്ലേ? മനസ്സിലാവും. സോ ഡോണ്ട് ഗോ ദാറ്റ്. ഗിവ് മീ 5 പ്ലാൻ ഓഫ് ആക്ഷൻ. മുമ്പോട്ടുള്ള കാര്യം മാത്രം പറയാം. 5 പ്ലാൻ. I will start a YouTube Okay. channel, Okay. Instagram channel, Okay. Facebook I have, but I'm not using it properly. Okay. I will make some arrangements so that I can post few videos in Facebook too. Okay. Okay. Good. Great. മൂന്ന് കാര്യം. ഓക്കെ. രണ്ടാമത്തെ ഇത് ഒന്നായിട്ടുള്ളൂ. ആ, എന്റെ കാൽക്കുലേഷൻ പ്രകാരം ഇത് ഒന്നായിട്ടുള്ളൂ. രണ്ടാമത്തെ എന്താ പറയുക? ഒന്നായിട്ട്. രണ്ടാമത്തത് ഞാൻ എന്റെ ആർട്ടിക്കിൾസ് എഴുതും. എനിക്ക് എഴുതാനുള്ള ഒരു കഴിവുണ്ട്. ഓ, ഗുഡ്. ആർട്ടിക്കിൾസ് ചെയ്താ വെരി ഗുഡ്. അത് നിങ്ങൾക്ക് ഒരു മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആർട്ടിക്കിൾസ് ചെയ്താ. പിന്നെ ഞാൻ കിൻഡിൽ എന്നുള്ള സോഫ്റ്റ്വെയറിൽ ഫ്രീ ആയിട്ട് നമുക്ക് ബുക്ക് എഴുതാൻ പറ്റും. ഓ, ചെയ്യാം. അതില് നമുക്ക് ചാറ്റ് ജിപിടിയുടെ ഹെൽപ്പോടെ ബുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്റെ ആശയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജിപിടി അത് കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ബുക്ക് ഇതാ, അതിനാ മുമ്പ് ഇറക്കിയ ബുക്ക് ഇതാ. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇഷ്ടം അത് എനിക്ക് ഇംഗ്ലീഷ് മലയാളത്തിലും ചെയ്യണമെന്നുണ്ട്. ആ, ചെയ്യാലോ നിങ്ങൾക്ക്. അപ്പൊ മൂന്നാമത്തെ ബുക്ക് അഗ്രീഡ്. സാർ വോയിസ് ബ്രേക്ക് ആവും സാർ. മൂന്നാമത്തെ ബുക്ക് എഴുതും. സാറിന്റെ വോയിസ് ബ്രേക്ക് ആവും സാർ. ക്ലിയർ ആവുണ്ട്? അപ്പൊ മൂന്നാമത്തെ ബുക്ക്. സാറിന്റെ വോയിസ് ബ്രേക്ക് ആവും സാർ. കേൾക്കുന്നില്ല. ക്ലിയർ ആണോ? ഇപ്പൊ ആർക്കെങ്കിലും ക്ലിയർ ആയിട്ട് കേൾക്കാൻ ഞാൻ പറഞ്ഞത്? എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ നിങ്ങൾ പറഞ്ഞ ബുക്ക് എഴുതുന്നുള്ള അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? കേൾക്കുന്നുണ്ട് സാർ. ഒരു മിനിറ്റ് ബ്രേക്ക് ആയിപ്പോയി സാറിന്റെ ശബ്ദം. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഇൻവോൾവ് ആവും. നിങ്ങൾ ചാനൽസ് തുടങ്ങും. നമ്പർ 2 നിങ്ങൾ പറഞ്ഞത് ആർട്ടിക്കിൾ എഴുതും. ഓക്കെ. നമ്പർ 3 നിങ്ങൾ പറഞ്ഞ് ബുക്ക് എഴുതും. നിങ്ങൾ എസ്റ്റാബ്ലിഷ്, നിങ്ങൾ പൊസിഷൻ ചെയ്യണം. ആസ് എ ലീഡർ എന്നുള്ള പൊസിഷൻ ചെയ്യണം. നാലാമത്തെ എന്താ നിങ്ങൾ ചെയ്യാം? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ എന്താ ചെയ്യാം? നാലാമത്തെ ഞാൻ ഫ്രീ ആയിട്ടുള്ള സെഷൻസ് ഓർഗനൈസ് ചെയ്യും. ഓക്കെ. വെബിനാർസ് ഓർഗനൈസ് ചെയ്യും. Okay, number 4 webinar. And last one, give me one more. Number 5. ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് എന്നെ വിളിക്കാം ഒരു നിശ്ചിത സമയത്ത് മാത്രം. ഓക്കെ. അപ്പൊ കൺസൾട്ടൻസി അല്ലേ? കൺസൾട്ടൻസി. എന്ന് മുതൽ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങും? 6 മാസത്തിന് ശേഷം സാർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ 6 മാസത്തിന് ശേഷം ചെയ്താൽ പിന്നെ അതിന്റെ നിങ്ങൾ ഈ 5 crore ഒക്കെ അതിന്റെ അപ്പുറത്തേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവും. അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയോ? തീർച്ചയായിട്ടും കിട്ടി സാർ. 0 to 10 എന്താണ് ഇപ്പോഴത്തെ ക്ലാരിറ്റി? ഇപ്പോഴത്തെ ക്ലാരിറ്റി 0 to 10 9 ആണ്. എന്തായിരുന്നു നിങ്ങൾ വരുമ്പോൾ എന്റെ ഈ സംസാരത്തിന് മുമ്പ് എന്തായിരുന്നു? സംസാരത്തിന് മുമ്പ് 3.5 ആയിരുന്നു. ഹാപ്പിയാണ് സാർ. എനിക്കൊന്ന് സാറിനൊന്ന് ബോ ഡൗൺ ചെയ്യണമെന്നുണ്ട്. ഒരു മിനിറ്റ് പറയട്ടെ സാറേ. സാറ് ഹ്യൂമൻ ബീങ് ആണ്. പക്ഷെ ഈശ്വരൻ സാറിന്റെ ഉള്ളില് സാറിന്റെ വാക്കായിട്ട് വന്നത് കൊണ്ടാണ് എനിക്ക് ക്ലാരിറ്റി കിട്ടിയത്. ഈ 15 മിനിറ്റ് ക്ലാരിറ്റി. ഒന്നുമില്ല സുഹൃത്തെ, നിങ്ങൾക്കും എന്റെ പോലെ ആവാ. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. നാളെ നിങ്ങൾ ഇതേപോലെ ഇരുന്ന് സംസാരിക്കുമ്പം സെൻസായി ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ വന്ന് പങ്കെടുത്ത വ്യക്തിയാണ്. എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനമായിരിക്കും. ഇന്നലെ എൻ്റെ 4 സ്റ്റുഡൻസ് അവർ കോച്ചിങ് സെഷൻ 75ഓളം ആളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. യു ഡു ദിസ്. ഇത് ആർക്കും പറ്റും. ഇത് റോക്കറ്റ് സയൻസ് അല്ല. ആർക്കും വേണം പഠിക്കാം. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജനുവരിയിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. CTCM എന്നുള്ള പ്രോഗ്രാമിൽ കൂടെ ഞാൻ പഠിപ്പിച്ചു. ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ കോച്ചസ് ഉണ്ട് എനിക്ക്.
സോ നിങ്ങൾക്കും പഠിക്കാം. നാളെ അത് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതിലെനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താ സാർ ആർക്കും ചെയ്യേണ്ടത്? ഒന്നുമില്ല. നിങ്ങൾ ആ ഗ്രൂപ്പിൽ, അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൽ, ബാക്കിയുള്ളവരൊക്കെ ലാക്സ് ആൻഡ് ലാക്സ് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൽ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബി ദേ. ഓക്കെ, ഇത് കഴിവാണ്, ഇൻട്രസ്റ്റ് ആണ്, നിങ്ങളുടെ നിങ്ങൾ എന്താണ് അതിന് പറയുക, ഒരു പാഷനാണ്. ദാറ്റ്സ് ഇറ്റ്. വേറെ ഡോണ്ട് ബോ ഡൗൺ ഓൺ നത്തിങ്. ഡോണ്ട് ഡു ദാറ്റ്. സോ താങ്ക് യു വെരി മച്ച് ദാറ്റ് യു ആർ ഹാപ്പി. Thank you, sir. Thank you so much. Thank you. Let's move on to next caller, please.